ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 33. ദാ ഈ കഞ്ഞി കുടിക്കേ. എത്ര ദിവസം ഇങ്ങനെ പട്ടിണി കിടക്കും നീ? സംഭവിക്കാനുള്ളത് ഒക്കെ സംഭവിച്ചു. ഇനി പഴയതെല്ലാം മറക്കാൻ ശ്രമിക്കേ. ദേഹം മുഴുവൻ തളർന്ന് കിടക്കുന്നവൾക്കടുത്ത് ഇരുന്നു കൊണ്ട് ലച്ചു ചോദിച്ചു. ലച്ചുവിനുള്ള മറുപടി അവളുടെ ദേഷ്യത്തോടെയുള്ള നോട്ടമായിരുന്നു. വേണ്ടെങ്കിൽ വേണ്ട. നിന്നെ ഓർത്തല്ല ഇതൊന്നും ഞാൻ ചെയ്യുന്നത്. കണ്ണൻ ആലോചിച്ച് മാത്ര. ദേഷ്യത്തോടെ ലച്ചു പറഞ്ഞതും എന്താ ലച്ചു? ശബ്ദം കേട്ട് ലച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു വാതിൽക്കൽ ഒരു കാലിൽ പ്ലാസ്റ്ററും തലയിൽ ഒരു കെട്ടുമായി നിൽക്കുന്ന ഗൗരിയെ. ദാ ഈ കിടക്കുന്ന നിന്റെ പുന്നാര പെങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടെന്ന്. പട്ടിണ കിടന്ന് ചാവാൻ വേണ്ടിയാവും അവൾ. അല്ലെങ്കിലും ഇവൾക്ക് ആരെങ്കിലും കൊല്ലാനും സ്വയം ചാവാനും ഒന്നും മടിയില്ലാത്തവളാണെന്ന് മനസ്സിലായതാണല്ലോ. അതിന്റെയാണല്ലോ ഇപ്പൊ ദാ ഈ കിടന്നിങ്ങനെ അനുഭവിക്കുന്നത്. സ്വന്തം കൂടപ്പിറപ്പിനെയും എന്തിന് ജന്മം നൽകിയ മകനെ വരെ കൊല്ലാൻ നോക്കിയ ഇവളോട് യാതൊരു ദയയും കാണിക്കേണ്ട കാര്യം എനിക്കില്ല. കണ്ടോ നീ? ഞാൻ പറയുമ്പോൾ പോലും അവളുടെ കണ്ണിൽ കുറ്റബോധത്തിന്റെ ഒരംശം പോലും ഇല്ല. ഇവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ലാത്തതാണ്. നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഗൗരി. എന്നിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല. എത്രയൊക്കെ പറഞ്ഞിട്ടും ലച്ചുവിന് ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. ലച്ചു മതി. വയ്യാതെ കിടക്കുന്ന ഒരാളെ പറ്റി ഒന്നും പറയല്ലേ. നീ ആ കഞ്ഞി ഇങ്ങത്താ, ഞാൻ കൊടുത്തോളാം. നീ കണ്ണനെ പോയി നോക്കൂ. ഓ എന്തെങ്കിലും കാണിക്ക്, ഞാൻ പോവാ. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് കഞ്ഞിപ്പാത്രം ഗൗരിയെ ഏൽപ്പിച്ച് ലച്ചു പുറത്തേക്ക് പോയി. ഗൗരി പതുക്കെ ഗീത കിടക്കുന്ന കട്ടിലിനടുത്തേക്ക് ഒരു കസാര നീക്കിയിട്ട് അതിലിരുന്ന് സ്പൂണിൽ കുറച്ച് കഞ്ഞിയെടുത്ത് ഗീതുവിന് നേരെ നീട്ടി. ആശ്ചര്യത്തോടെ തന്നെ നോക്കിക്കിടക്കുന്ന ഗീതുവിന് തിരിച്ച് ഗൗരി നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. അറിയാതെ തന്നെ ഗീതു വായ തുറന്ന് ആ കഞ്ഞി കുടിച്ചു. എന്നാൽ അവളുടെ കണ്ണുകൾ ഗൗരിയിൽ തന്നെയായിരുന്നു. കഞ്ഞി കൊടുത്തു കഴിഞ്ഞ് ഗീതുവിനോട് ഒരു വാക്കുപോലും പറയാതെ ഗൗരി മുറുക്കി പുറത്തേക്ക് നടന്നു. ഊട്ടലൊക്കെ കഴിഞ്ഞോ? ചോദ്യം കേട്ട് ഗൗരി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി ചുവരിൽ ചാരി നിൽക്കുന്ന വ്യാസിനെ. ഗൗരി മറുപടിയായി ഒന്ന് ചിരിച്ചതും വ്യാസ് ദേഷ്യത്തോടെ അവൾ അടുത്തേക്ക് വന്നു. ഗൗരിയെ രണ്ടു കൈകളിലായി കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു. എന്തായി കാണിക്കുന്നേ വ്യാസ്? ഇനി താറ ഇഴക്കൂ. ഹാളിലിരിക്കുന്ന വീട്ടുകാരെ കണ്ടതും ജാളിതയോടെ ഗൗരി പറഞ്ഞു. എന്നാൽ അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ച് അവൻ അവളെയും കൊണ്ട് റൂമിൽ കൊണ്ട് കിടത്തി. രോഹിത്തും വേദും ആലോചിക്കുകയായിരുന്നു. അന്ന് ഡോക്ടർ പുറത്തേക്ക് വന്ന് ഒരാൾക്ക് ബോധം വന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വല്ലാത്ത ടെൻഷനായത്. ഗൗരിക്കാണ് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞതും തങ്ങളെ കെട്ടിപ്പിടിച്ച് വ്യാസ് പൊട്ടിക്കരഞ്ഞത്. പിന്നീട് ഇങ്ങോട്ട് കണ്ണനെ നോക്കുന്ന അത്രയും ശ്രദ്ധയോടെ ആണ് അവൻ അവളെ നോക്കുന്നത്. ഗീതുവിന് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ശരീരം തളർന്നു പോയിരുന്നു. അവളെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞെങ്കിലും ഗൗരി അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലെങ്കിൽ പോലും എല്ലാവരും അവൾ ആഗ്രഹത്തിന് ഗീതുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ലച്ചുവും ഗൗരിയുമല്ലാതെ ആരും ആ റൂമിലേക്ക് ചെല്ലാറില്ല. അവനവന് തന്നെ നടക്കാനുള്ള ആരോഗ്യമില്ല. എന്നിട്ടും മറ്റുള്ളവരെ പരിചരിക്കാതെ അവൾക്ക് ഇരിക്കപ്പുറതിയില്ല. അല്ല, നീ എന്തിനാ അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവൾ ചെയ്തതൊക്കെ നിനക്ക് ഇത്ര പെട്ടെന്ന് മറക്കാനും ക്ഷമിക്കാനും പറ്റിയോ ഗൗരി? അന്ന് തല നാഴികയ്ക്കല്ലേ നീ രക്ഷപ്പെട്ടത്? അതുമാത്രമോ, കണ്ണനെ പോലും ആ പിശാച് വെറുതെ വിട്ടോ? നമ്മുടെ മോന്റെ കഴുത്തിലല്ലേ അവൾ കത്തി വെച്ചത്. നീ ക്ഷമിച്ചാലും ഞാൻ അതൊന്നും ഒരിക്കലും ക്ഷമിക്കില്ല ഗൗരി. കട്ടിലിൽ അവളെ കിടത്തുന്നതോടൊപ്പം വ്യാസിന്റെ ദേഷ്യമെല്ലാം വാക്കുകളായി പുറത്തേക്ക് വന്നു. അവൾ ചെയ്തത് ഒന്നും ഞാൻ ക്ഷമിക്കുകയോ മറക്കുകയോ ചെയ്തിട്ടില്ല. നിന്നോട് ക്ഷമിക്കണമെന്നും ഞാൻ പറയില്ല വ്യാസ്. പക്ഷേ ജീവശവമായി കിടക്കുന്ന ഒരാളോട് പക വീട്ട മാത്രം ഞാൻ തരം താഴ്ന്നിട്ടില്ല. അത് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറിയിരുന്നു. വേണ്ട,
പക വീട്ടണ്ട. പക്ഷേ അവളെ ഹോസ്പിറ്റലിൽ നിന്നും എന്തിനാ ഏറ്റെടുത്ത് നീ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഹോം നഴ്സിനെ നിർത്താൻ സമ്മതിക്കാതെ അവളുടെ എല്ലാ കാര്യം നീ തന്നെ ചെയ്തും കൊടുക്കുന്നത്? അതാണ് വ്യാസ് ഞാൻ അവൾക്ക് വിധിച്ച ശിക്ഷ. എന്ത്? ഗൗരി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ വ്യാസ് മിഴിച്ചു നിന്നു. അതേടാ, അവൾക്ക് എന്നോട് വെറുപ്പാണ്. എന്റെ മുഖം പോലും കാണുന്നതേ അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ള അവൾക്ക് എല്ലാ കാര്യങ്ങളും എന്നെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതവൾക്ക് മരിക്കുന്നത് തുല്യമായിരിക്കും. അത് തന്നെയാണ് അവൾക്കുള്ള ശിക്ഷയും. പായു. കണ്ണൻ റൂമിലേക്ക് കയറി വന്ന് ഗൗരിയെ വട്ടം ചുറ്റിപ്പിടിച്ചു. വാട കണ്ണ, എവിടെയായിരുന്നു അമ്മയുടെ മുത്ത്? കണ്ണനെ കണ്ടതും അവളുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. ഞാൻ ലച്ചുവിന്റെ ഒപ്പമായിരുന്നു. പായു മച്ചി കല്യാണം കഴിച്ച് പോവാന്ന് ലച്ചു പറഞ്ഞല്ലോ, സത്യാണോ പായു? കണ്ണൻ ചോദിച്ചതും ഗൗരി സംശയത്തോടെ വ്യാസിനെ നോക്കി. നോക്കണ്ട, കണ്ണൻ പറഞ്ഞത് സത്യം തന്നെയാ. എത്രയും പെട്ടെന്ന് താലികെട്ട് നടത്താൻ തന്നെയാ എല്ലാവരുടെയും അഭിപ്രായം. അപ്പോ ഞാനും അതങ്ങ് സമ്മതിച്ചു. എത്രയും പെട്ടെന്ന് നീ എനിക്ക് മാത്രം സ്വന്തമാവണം. നമ്മൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ജീവിതം ജീവിച്ചു തുടങ്ങണം. ഉത്സാഹത്തോടെ വ്യാസ് പറഞ്ഞു. വ്യാസ് പറഞ്ഞത് കേട്ടതും സന്തോഷത്താൽ ഗൗരിയുടെ കണ്ണുകളും നിറഞ്ഞു. അന്ന് ഗീതു പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഇനി ഇതുപോലെയൊന്നും നടക്കില്ല എന്ന് മനസ്സിൽ കരുതിയിരുന്നു. പായു, അന്ന് കണ്ണനെ കൊല്ലാൻ നോക്കിയ ആന്റി ആരാ? കാണാൻ പായുനെ പോലെ തന്നെയാണല്ലോ. കണ്ണന്റെ ചോദ്യം കേട്ട് വ്യാസ് മറുപടി പറയാൻ വന്നതും ഗൗരി അവനോടായി പറഞ്ഞു. അത് കണ്ണന്റെ അമ്മയാ. ഗൗരി, അവൾ എന്റെ മോന്റെ ആരുമല്ല, അവന്റെ അമ്മ നീയാണ്. ഗൗരിയുടെ മറുപടി വ്യാസിൽ ദേഷ്യം നിറച്ചിരുന്നു. പായു എന്റെ അമ്മ. ആ ആന്റിയെ എനിക്ക് പേടിയാ, എന്നെ കൊല്ലാൻ വയ്യും. കണ്ണനും കരഞ്ഞു തുടങ്ങി. ആ കുഞ്ഞു ഹൃദയത്തിൽ ഗൗരിയുടെ വാക്കുകൾ ഉൾക്കൊള്ളാനായില്ല. ഗൗരി രണ്ടുപേരെയും ദയനീയമായി നോക്കി. കുഞ്ഞു കരയുന്നത് കണ്ടതും വ്യാസ് അവനെ എടുത്ത് നെഞ്ചോട് ചേർത്തു. കുഞ്ഞിനെ കരയിച്ചപ്പോൾ മതിയായല്ലോ നിനക്ക്. അവൾ ഓരോ തോന്നിവാസം പറയാൻ വന്നിരിക്കുന്നു. എന്റെ കുഞ്ഞിന്റെ അമ്മ നീയാണ്, നീ മാത്രം. അത് തിരുത്താൻ നോക്കണ്ട നീ. ദേഷ്യത്തോടെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി വ്യാസ് പറഞ്ഞതും കണ്ണനെ ഒരുവിധം വ്യാസിൽ നിന്നും എടുത്ത് കട്ടിലിലിരുത്തി ഗൗരി. കണ്ണ, അതും മോന്റെ അമ്മ തന്നെയാ. മോന് ജന്മം നൽകിയത് ആ അമ്മയാണ്. മോനെ വളർത്തിയത് ഈ അമ്മയും. മോനൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവർക്കും ഒരമ്മയല്ലേ ഉണ്ടാവൂ. മോന് രണ്ടമ്മമാരുണ്ട്. അത് നല്ലതല്ലേ? പിന്നെ മോനെ കൊല്ലാൻ നോക്കിയത്, അത് മോന്റെ ആ അമ്മയ്ക്ക് ഒരു അസുഖമുണ്ട്. അതുകൊണ്ട് മോനെ കണ്ടപ്പോൾ മനസ്സിലായില്ല. ആ അമ്മയെ ഉപദ്രവിച്ചെന്നതാണെന്ന് കരുതിയ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നെ അവൾ കൊല്ലാൻ നോക്കിയില്ലേ? ഇപ്പോ അമ്മയുടെ അസുഖമെല്ലാം മാറി കേട്ടോ. അതുകൊണ്ട് മോൻ ഇനി ആ ആന്റിയെ അമ്മ എന്ന് തന്നെ വിളിക്കണം. അപ്പോ ഒരുപാട് സന്തോഷമാവും. മനസ്സിലായോ? കണ്ണന് ഗൗരി പറഞ്ഞത് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഗൗരിയെ ധിക്കരിക്കാൻ ഇഷ്ടമില്ലാത്തതിനാൽ സമ്മതമെന്ന് തലയാട്ടി. ഞാൻ പോയി ലച്ചുവിനോടും രോഹിത് അങ്കിളിനോടും ഒക്കെ പറഞ്ഞിട്ട് വരാട്ടോ. അത്രയും പറഞ്ഞ് കണ്ണൻ റൂമിന് പുറത്തേക്ക് ഓടി. അവൻ പോയി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയ ഗൗരി കണ്ടത് കൈകളിൽ തല താങ്ങി കട്ടിലിരിക്കുന്ന വ്യാസിനെയാണ്. വ്യാസ്. ഗൗരി വിളിച്ചിട്ടും വ്യാസ് തിരിഞ്ഞു നോക്കുകയോ വിളി കേൾക്കുകയോ ചെയ്തില്ല. അവൻ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായതും ഗൗരി അവനടുത്തേക്ക് നീങ്ങിയിരുന്ന് തോളിൽ കൈവച്ചു. സോറിടാ, കണ്ണനോട് നുണ പറയാൻ എനിക്ക് പറ്റില്ല. എന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞ് അറിയുന്നതിലും നല്ലതല്ലേ സത്യം ഞാൻ തന്നെ അവനോട് പറയുന്നത്. അതിനർത്ഥം ഞാൻ മോനെ ഗീതുവിന് കൊടുക്കുമെന്നോ അവനെ ഉപേക്ഷിച്ച് പോവുമെന്നോ അല്ല. അവൻ നമ്മുടെ മോൻ തന്നെയായിരിക്കും എന്റെ മരണം വരെ. പക്ഷേ അവൻ സത്യങ്ങൾ അറിഞ്ഞു തന്നെ ജീവിക്കണം. ഒരിക്കലും നമ്മൾ അവനെ ചതിച്ചെന്ന് അവന് തോന്നരുത്. എനിക്ക് ഉറപ്പുണ്ട്, എന്നെ വിട്ട് അവൻ ഒരിക്കലും ഗീതുവിന്റെ അടുത്തേക്ക് പോകില്ല എന്ന്.
ഗൗരിയുടെ വാക്കുകൾ കേട്ട് വ്യാസ് മുഖമുയർത്തി അവളെ നോക്കി. അവന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവളിൽ വേദനയുണ്ടാക്കി. ഇപ്പൊ നീ പറഞ്ഞല്ലോ, ഇനി ഒരിക്കലും അവളാണ് മോന്റെ അമ്മ എന്ന് നീ പറയരുത് ഗൗരി. അതെനിക്ക് സഹിക്കില്ലടി. ആദ്യ ദേഷ്യത്തോടെയും അവസാനം സങ്കടത്തോടെയും പറഞ്ഞു നിർത്തിയ വ്യാസിനെ ഗൗരി ഇറുക്കെ പുണർന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഗൗരി മുന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലാകാതെ നിന്നു. എന്നാൽ തന്നെ കണ്ടതും അയാളുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടരുന്നതും, എന്നാൽ പെട്ടെന്ന് തന്നെ ആ സന്തോഷം മാറി അവിടെ ദുഃഖം നിറയുന്നതും അവൾ കണ്ടു. ഗൗരിയല്ലേ? അതെ. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അകത്തേക്ക് വന്നിട്ട് പറഞ്ഞാൽ പോരെ? ചെറുചിരിയോടെ വന്ന ആൾ ചോദിച്ചതും അവൾ വഴിയിൽ നിന്നും മാറി നിന്നു. ഇരിക്കൂ പറയുന്നതോടൊപ്പം അയാൾ എതിർവശത്ത് സോഫയിൽ ഗൗരിയും ഇരുന്നു. പുറത്തെ ശബ്ദം കേട്ട് വ്യാസും പുറത്തേക്ക് വന്നിരുന്നു. അവനെ കണ്ടതും അയാൾ എഴുന്നേറ്റ് അവന് നേരെ കൈനീട്ടി. ഹലോ വ്യാസ്, ഞാൻ അലക്സ്. വളരെ പരിചയമുള്ള പോലെ വന്നയാൾ പറഞ്ഞതും അവൻ ആരെന്ന സംശയം വ്യാസിൽ നിറഞ്ഞു. ഹലോ, നമ്മൾ തമ്മിൽ മുന്നേ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അലക്സ് ആരാണെന്നറിയാതെ വ്യാസും ഗൗരിയും മുഖത്തോട് മുഖം നോക്കി. ഗീതു ഇവിടെ ഇല്ലേ? അലക്സിന്റെ ചോദ്യം കേട്ടതും അവർ രണ്ടുപേരും സംശയത്തോടെ നോക്കി. നോക്കണ്ട, ഞാൻ അവളെ അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിയമത്തിന് മുന്നിൽ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിലും അവളാണ് എനിക്കെല്ലാം. എന്റെ പ്രാണനായിരുന്നു. ആയിരുന്നു എന്നല്ല, ഇപ്പോഴുമാണ്. ഒരു മിന്നി ചാർത്തി എന്റെ നല്ല പാതിയാക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച എന്റെ പെണ്ണാണ് ഗീതു. അലക്സ് പറയുന്നത് വിശ്വസിക്കാനാവാതെ ഗൗരിയും വ്യാസും ഇരുന്നു. ഞാനൊന്ന് അവളെ കണ്ടോട്ടെ, എന്നിട്ട് സംസാരിച്ചാൽ മതിയോ? കുറെ നാളായി അവൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. ഇനിയും ഒരു നോക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകും ഞാൻ. അതുകൊണ്ടാ. സങ്കടത്താൽ കണ്ണുകൾ നിറഞ്ഞ് തങ്ങളുടെ മുന്നിൽ യാചനയോടെ ഇരിക്കുന്ന അലക്സിനെ കണ്ടതും ഗൗരിക്കും വ്യാസിനും ഒരുപോലെ സഹതാപം തോന്നി. അവർ അയാളെ ഗീതു കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. വാതിൽ തുറന്നു വരുന്ന വ്യാസിനെയും ഗൗരിയെയും കണ്ടതും ഗീതു മുഖം തിരിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ പിന്നെ ഒരിക്കൽ പോലും വ്യാസ് ഗീതുവിനടുത്തേക്ക് പോയിരുന്നില്ല. അവരെ ഒരുമിച്ച് കണ്ടപ്പോൾ താൻ പൂർണ്ണമായും തോറ്റുപോയി എന്ന തോന്നൽ അവളെ സമനില വീണ്ടും തെറ്റിച്ചു തുടങ്ങി. തന്റെ സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെടാൻ കാരണക്കാർ അവരാണെന്നുള്ള തോന്നൽ അവളിൽ വീണ്ടും പകയുണ്ടാക്കി തുടങ്ങിയതും അവളിൽ അതുവരെ തോന്നിയിരുന്ന എല്ലാ വികാരവും മാറ്റി മറയ്ക്കാൻ ശക്തിയുള്ള ആ ശബ്ദം അവളെ തേടിയെത്തി. അവളിൽ നുഴഞ്ഞു പൊന്തിയ ദേഷ്യവും പകയും ആ നിമിഷം അവളെ വിട്ടകന്നു. മാളു. അവൾക്ക് തിരിഞ്ഞ് ആ ശബ്ദത്തിന്റെ ഉടമയെ നോക്കുവാൻ ഭയം തോന്നി. അയാളെ നേരിടുവാനുള്ള ശക്തിയില്ലാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. കൺകോണിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. ആദ്യമായി ആത്മാർത്ഥമായി അവളുടെ ഹൃദയം ആ ഒരാൾക്ക് വേണ്ടി തുടിച്ചു.